ക്രിസ്റ്റല് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാജിക് തന്നെയാണ് ക്രിസ്റ്റലിൻ്റെ ലോകം എന്ന് പറഞ്ഞാൽ. ഉറുമ്പിൻ്റെ ഫോസിൽ കാണാം. ഒരു ക്രിസ്റ്റൽ രൂപാന്തരപ്പെടുന്നതിന് മുമ്പ് അത് പല ഘട്ടത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. ക്രിസ്റ്റൽ ഇട്ടുകൊണ്ട് നമ്മൾ ഡെഡ് ബോഡിയിൽ പിടിക്കാം. ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്ത് ഞാൻ പറയുന്ന രീതിയിൽ അവിടെ കുഴിച്ചിട്ടാൽ ഒരു ബാധയെ നിങ്ങളെ ബാധിക്കും. വിൽക്കാതെ പോകുന്ന ഭൂമികൾ പോലും ഇത് കുഴിച്ചിട്ടിട്ട് വിറ്റുപോയിട്ടുണ്ട്. ഫുൾ ബന്ധിക്കുകയാണെന്ന് കണ്ടപ്പോൾ ആ എൻറ്റിറ്റി എനിക്കെതിരെ പ്രവർത്തിച്ചാണത്. എന്തിനു പ്രവർത്തിക്കണം? അപ്പോൾ ക്രിസ്റ്റലിൻ്റെ പവർ ഇല്ല. ഒരു നിമിഷം ആ ലെവലിൽ നിന്നിട്ട് പിന്നീട് നമ്മൾ പൂർണ്ണബോധത്തിലേക്ക് വന്നിട്ട് നമ്മൾ ഹീലിംഗ് നടത്തി കഴിഞ്ഞാൽ പിന്നെ ഹീലിംഗ് നടത്തുന്നത് നമ്മളല്ല. നമ്മൾക്ക് ചുറ്റും ഈ പറയുന്ന മാലാഖമാർ ഇവരെല്ലാവരും ഉണ്ടാവും. ഇല്ലാത്ത ഒരാളുടെ ഫോട്ടോ കൊണ്ടുവന്ന് കാണിച്ചു കഴിഞ്ഞാൽ അതിൽ എനർജി സെൻസ് ചെയ്യാൻ കഴിയും. എനർജി സെൻസ് ചെയ്യാൻ പറ്റില്ല. മരിച്ചുപോയ വ്യക്തിയുടെ നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റും. സർ, ഒരുപാട് ഊഹാപോഹങ്ങളുള്ള ഒരു ഹീലിംഗ് മെത്തേഡാണ് ക്രിസ്റ്റൽ ഹീലിംഗ്. പലപ്പോഴും ക്രിസ്റ്റൽ ഹീലിങ്ങിനെ പറ്റി ഒരുപാട് ആളുകൾ ക്രിസ്റ്റൽസ് വിൽക്കാൻ വേണ്ടി മാത്രമായിട്ട് ഇതിനെപ്പറ്റി പ്രൊമോട്ട് ചെയ്യുന്നതും അങ്ങനെ ഒരുപാട് ആളുകൾ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്? ഒരു ക്രിസ്റ്റലിലൂടെ ഒരാൾ ഹീലാകുന്നത് എങ്ങനെയാണ്? നല്ലൊരു ചോദ്യമാണ്. ഈ ക്രിസ്റ്റൽ എന്ന് പറയുന്നത് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം നമ്മൾ. അതായത് ക്രിസ്റ്റൽ എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു സ്റ്റോൺ തന്നെയാണ്. ഈ ഭൂമിയിൽ വർഷങ്ങളോളം കിടന്ന് രൂപാന്തരപ്പെട്ട് കെമിക്കലായിട്ടുള്ള രൂപാന്തരങ്ങൾ, രാസമാറ്റങ്ങൾ ഒക്കെ സംഭവിച്ചിട്ടാണ്. ചിലപ്പോൾ ലാവ പൊട്ടി ഒലിച്ച് വന്ന് വീണ് ഒരു ഭൂമിയിൽ വീണ് ആ ഭൂമിയുടെ അന്തർഗർത്തങ്ങളിലേക്ക് പോയി അവിടെ കിടന്ന് ഒരു 4000, 5000, 3000 വർഷമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഒരു ക്രിസ്റ്റൽ രൂപപ്പെടുന്നത്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ക്രിസ്റ്റൽ നമ്മുടെ ഇപ്പോൾ കയ്യിലിരിക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മളെക്കാളൊക്കെ എത്രയോ 1000 വർഷം. ഇപ്പൊ ഞാൻ കയ്യിലിട്ടിരിക്കുന്ന ക്രിസ്റ്റൽ എത്ര 1000 വർഷം മുമ്പ് ഉണ്ടായതാണ്. അങ്ങനെ കയ്യിലേക്ക് നോക്കി കഴിഞ്ഞാൽ നിറയെ ക്രിസ്റ്റലുകളാണ്. അതെ. ഇത് പ്രൊട്ടക്ഷൻ, അതുപോലെ പല കാര്യങ്ങൾക്കുണ്ട്. 7 ചക്രയെ ബാലൻസ് ചെയ്യാൻ ഒക്കെ തന്നെ നമ്മൾ ക്രിസ്റ്റൽസ് ഉപയോഗിക്കാറുണ്ട്. ക്രിസ്റ്റല് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാജിക് തന്നെയാണ് ക്രിസ്റ്റലിൻ്റെ ലോകം എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ബൈബിളിലൊക്കെ തന്നെ പഴയ നിയമത്തിൽ ക്രിസ്റ്റലുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പം അച്ഛന്മാർ പറയും ഇത് നിങ്ങൾ ഇത് ഇടാൻ പാടില്ല എന്ന്. ബിഷപ്പിൻ്റെ കയ്യിൽ നോക്കുക, ഇതുപോലുള്ള മോതിരങ്ങളൊക്കെ അവരുടെ കയ്യിൽ കാണാം. അതൊരു രഹസ്യമാണ്. അപ്പോൾ മേലെ തട്ടിലുള്ളവർക്ക് ഇടാം, താഴെ തട്ടിലുള്ള സാധാരണ മനുഷ്യർ ഇടരുത് എന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. അതെ. അപ്പോൾ ക്രിസ്റ്റൽ ഹീലിങ്ങിനെ തന്നെ പലരും ഈ മതവിഭാഗക്കാർ, ക്രിസ്ത്യൻ മതവിഭാഗക്കാർ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ ഭൂമിയിൽ എന്തെങ്കിലും ആവശ്യമില്ലാത്ത സാധനം ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ചിട്ടുണ്ടോ? പുല്ലിനും ഒരു പുൽനാമ്പിന് പോലും എല്ലാത്തിനും ഒരു കല്ലിനാണെങ്കിലും ഉപയോഗമില്ലെങ്കിലും മറ്റെന്തെങ്കിലും. അതെ, തീർച്ചയായിട്ടും പ്രകൃതിയിൽ അതിനെ കൊണ്ട് ഉപകാരമുണ്ട്. അതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഇതൊക്കെ രൂപീകരിക്കൂ. അപ്പോൾ നമ്മൾ ഭൂമിയിൽ രൂപാന്തരപ്പെട്ട കല്ലുകൾക്ക് എങ്ങനെ ശക്തി ഉണ്ടാവുന്നു എന്ന് ചോദിച്ചാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ഒരു ഗാലക്സിയാണ് നമ്മൾ കാണുന്നത്. അനേകായിരം കോടിക്കണക്കിന് ഗാലക്സികൾ വേറെ ഉണ്ടെന്നാണ് ശാസ്ത്രം തെളിയിച്ചിട്ടുള്ളത്. അത് തെളിയിച്ച കാര്യമാണല്ലോ ഞാൻ പറയുന്നത്, നോണയെന്ന് വിചാരിക്കണ്ടല്ലോ. അങ്ങനെയുള്ള ഗാലക്സികളിൽ നിന്ന് ഒരു ഉൽക്ക വർഷിച്ചത് ഭൂമിയിൽ വന്ന് വീണ് അത് രൂപാന്തരം പ്രാപിച്ചുണ്ടായ കല്ലിൻ്റെ പവർ എന്തായിരിക്കും? ഇപ്പോൾ റേഡിയം എന്ന് പറയുന്ന ഒരു ലോഹം, അതിന് അറിയാമല്ലോ, അതിന് റേഡിയോ ആക്ടിവിറ്റി പവറുണ്ട്. ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കാം, അല്ലേ? ന്യൂക്ലിയർ പവർ സൃഷ്ടിക്കാം. എന്നാൽ ഇതൊരു ലോഹമാണ്. എങ്ങനെ ഈ പവർ വന്നു? അതെ. ഇപ്പോൾ സ്വർണം എന്ന് പറയുന്നത് ഒരു മഞ്ഞ ലോഹം മാത്രമാണ്. ഇന്നിപ്പോൾ അതിൻ്റെ വില എന്താ? കാരണം അതിൻ്റെ റേറിറ്റി, അത് കിട്ടാനുള്ള അപൂർവമാണ് അത് കിട്ടുന്നത്. ഡിമാൻഡ് അനുസരിച്ച് അതിന് വില കൂടും. അതേസമയം പ്ലാറ്റിനം, അതിലും വില കൂടുതലാണ്. മനുഷ്യൻ ഇതിനൊക്കെ വില നിശ്ചയിക്കാൻ കാരണം അതിന്റെ റേറിറ്റി കൊണ്ടാണ്. അത് കിട്ടാനുള്ള, അപൂർവമായിട്ട് കിട്ടുന്നത്, പ്യൂറസ്റ്റ് ഫോം ആയിട്ട് എടുക്കാനുള്ള പ്രോസസ്സ് കൂടുതലാണ്. ഇതൊക്കെ അനുസരിച്ചിട്ടാണ് ഇതിന്റെ വില നിശ്ചയിക്കുന്നത്. ഇപ്പൊ ഈ ഒരു ക്രിസ്റ്റല്, ഇപ്പൊ പൈറേറ്റ് എന്ന് പറയുന്ന ഒരു ക്രിസ്റ്റൽ എന്ന് പറയുന്നത് വെൽത്ത് അട്രാക്ട് ചെയ്യുന്നതാണ്. ഇത് പല വർഷങ്ങളായിട്ട് ആളുകൾ നിരീക്ഷിച്ച് മനസ്സിലാക്കിയ ഒന്നാണ്. ഇതിനെ സയന്റിഫിക് കണ്ണുകളിലൂടെ കണ്ടു കഴിഞ്ഞാൽ ഒന്നും നമുക്ക് മനസ്സിലാക്കാനൊക്കില്ല. ഇപ്പോൾ ഞാൻ പണ്ട് വായിച്ചൊരു കഥയാണ് ഓർക്കുന്നത്. മാൻഡ്രേക്ക് എന്ന് പറഞ്ഞിട്ടൊരു കഥാപാത്രം ഉണ്ടായിരുന്നു. പണ്ട് നമ്മളെ മനോരമയിൽ നടുപേജിൽ ലെഫ്റ്റ് സൈഡിലുള്ള പേജിൽ താഴെ ഒരു കളം ഇങ്ങനെ കാണാം, മാൻഡ്രേക്ക് എന്ന് പറഞ്ഞിട്ട്. പണ്ട് ഫാൻഡം ഉണ്ടായിരുന്നല്ലോ, ഞായറാഴ്ചകളിൽ ഫാൻഡം, ആഴ്ചകളിലുള്ളത് മാൻഡ്രേക്കുമാണ്. ഈ മാൻഡ്രേക്കിന്റെ ഫാദർ ഒരു മജീഷ്യനായിരുന്നു. അദ്ദേഹത്തിന്റെ പവർ മൊത്തം ഒരു ഒരു സമചതുരത്തിലുള്ള സ്ഫടികത്തിലാണ് സൂക്ഷിച്ചു വെച്ചിരുന്നത്, ക്രിസ്റ്റലിൽ ആണ് സൂക്ഷിച്ചു വെച്ചിരുന്നതെന്ന് പറയുന്നുണ്ട്. ഇത് പോസിബിളാണ്. പണ്ട് കാലത്ത് അമ്പലത്തിൽ പ്രതിഷ്ഠ നടത്തിയിരുന്നത് എങ്ങനെയാണ്? കല്ല് പോലും തിരഞ്ഞെടുക്കുന്നത് ഒരു ശില്പി ആൺശില്പമാണ് പെൺശില്പമാണെങ്കിൽ അത് തട്ടി നോക്കിയിട്ട് ആ ശബ്ദത്തിൽ നിന്ന് പറയുമായിരുന്നു, ഇതിനെ, ഈ കല്ല് പെണ്ണിനെ ഉണ്ടാക്കാനേ പറ്റുള്ളൂ, ഈ കല്ല് ആണിനെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇത് ഇവരെങ്ങനെ അറിയുന്നു? അപ്പോൾ ഓരോ കല്ലിനും അതിൻ്റെതായ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. അപ്പം അങ്ങനെ ഭൂമിയിൽ ഇപ്പോൾ ലാവയിൽ നിന്ന് ഉത്ഭവിച്ചുകൊണ്ടാവും,
ഇപ്പോൾ ആംബർ എന്ന് പറയുന്ന ഒരു ക്രിസ്റ്റലുണ്ട്, ആംബർ. കണ്ടു കഴിഞ്ഞാൽ ഓറഞ്ച് കളർ, നല്ല ഭംഗിയാണ് കാണാൻ. അതിൻ്റെ ഉള്ളിൽ ഈ ഉറുമ്പിൻ്റെ ഫോസിൽ കാണാം. അങ്ങനെയുള്ളത് നമ്മുടെ കഴുത്തിന് ചുറ്റും ധരിച്ചു കഴിഞ്ഞാൽ ആസ്മ കുറയും. തെറാപ്പിയുണ്ട്, ക്രിസ്റ്റലിന് തെറാപ്പി മെത്തേഡുണ്ട്, ഹീലിംഗ് മെത്തേഡുണ്ട്, അങ്ങനെ പല പ്രോപ്പർട്ടീസ് ഉണ്ട് ഒരു ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ. ഇപ്പം എൻ്റെ റൂമിൽ വന്ന അനേകം ക്രിസ്റ്റൽസ് കാണാം, ക്ലസ്റ്റർ അടക്കം. അമെതിസ്റ്റ് എന്ന് പറയുന്ന ഒരു ക്രിസ്റ്റലുണ്ട്. അമെതിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹൈലി ഹീലിംഗ് പ്രോപ്പർട്ടി ഉള്ളതാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ സ്വർഗത്തിൻ്റെ 12ാമത്തെ പടി എന്ന് പറയുന്നത് ഈ ക്രിസ്റ്റലിനെ കുറിച്ചിട്ടാണ്, അമെതിസ്റ്റിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ ക്രിസ്റ്റലിനെ കുറിച്ചൊക്കെ തന്നെ ബൈബിളിലും പ്രതിപാദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്ലൂ സഫയർ വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു സ്റ്റോണാണ്. ഇതിനകത്ത് കാർബണിൻ്റെ അംശം കൂടുതലാണ്. ശനിദശയുള്ള ആളുകളിൽ ഇപ്പോൾ ജെമ്മോളജി, ഇപ്പോൾ ക്രിസ്റ്റലിൻ്റെ ശാസ്ത്രമാണ് ജെമ്മോളജി എന്ന് പറയുന്നത്. ജെമ്മോളജിയിൽ തെളിയിക്കപ്പെട്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ ക്രിസ്റ്റൽസ് ധരിക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഇത് അയൺ ഉള്ളതുകൊണ്ട്, അയണിൻ്റെ ഓക്സൈഡും ഒക്കെ ഇതിനകത്ത് ഉള്ളതുകൊണ്ട് നമ്മളിത് ധരിച്ചു കഴിയുമ്പോൾ ഇതിനൊരു റേഡിയേഷനുണ്ട്. ആ റേഡിയേഷൻ നമ്മുടെ ശരീരത്തിൽ അയണിനെ കൃത്യമായിട്ട് നിലനിർത്തും. അപ്പോൾ ശാസ്ത്രീയമായ പഠനങ്ങൾ നടത്തിയപ്പോൾ ശനിദശ കാലത്ത് ശരീരത്തിൽ അയണിൻ്റെ അംശം കുറയുന്നതായിട്ടുണ്ട്. ഇതിട്ട് കഴിഞ്ഞാൽ അയണിൻ്റെ അംശം കൃത്യമായിട്ട് നിലനിൽക്കും. അപ്പോൾ അയൺ നമ്മൾ ടാബ്ലറ്റായിട്ട് കഴിച്ചാൽ ഒരുപക്ഷെ അത് കൂടാം കുറയാം. ഇതങ്ങനെയല്ല, ശരീരത്തിന് എത്ര ആവശ്യമുണ്ടോ അതിനനുസരിച്ച് റേഡിയേഷൻ നടക്കും, കൃത്യമായിട്ട് നമ്മൾ അത് നിലനിൽക്കും. അപ്പോൾ ഇത് റേഡിയേഷൻ ഉണ്ട് ഇതിനെല്ലാം. പക്ഷെ ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നൊരു കൃത്യമായിട്ടുള്ളൊരു രീതി ഇപ്പോഴും ആളുകൾക്ക് കിട്ടിയിട്ടില്ല. അതെ, പലരും ഒരുപാട് ക്രിസ്റ്റൽസ് വാങ്ങിക്കുന്നുണ്ട്. അതെ, അച്ഛതയാണ്. ഇനി വേറൊരു കാര്യമുണ്ട്, ക്രിസ്റ്റൽസ് വാങ്ങിക്കാൻ ഇപ്പോൾ ഓൺലൈനിൽ ഇഷ്ടംപോലെ ക്രിസ്റ്റൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ക്രിസ്റ്റലിന് അത് ഉണ്ടാവുമ്പോൾ തന്നെ അതിൻ്റെതായ ഒരു പവർ ഉണ്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു ക്രിസ്റ്റൽ രൂപാന്തരപ്പെടുന്നതിന് മുമ്പ് അത് പല ഘട്ടത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. ഖനിയിൽ നിന്ന് അത് വെട്ടിയെടുക്കുന്നത് തുടങ്ങി, അത് ഷേപ്പ് ചെയ്യുന്നത് തുടങ്ങി, അത് പോളിഷ് ചെയ്യുന്നത് തുടങ്ങി, അങ്ങനെ ഒരുപാട് ഘട്ടങ്ങളിലൂടെ കടന്നു പോയ ഒരു ക്രിസ്റ്റലിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഏത് സാഹചര്യത്തിലാണോ ആ ഊർജ്ജത്തെ അത് വലിച്ചെടുക്കും. അതുകൊണ്ട് ക്രിസ്റ്റൽ ഇട്ടുകൊണ്ട് നമ്മൾ ഡെഡ് ബോഡിയിൽ പിടിക്കാൻ ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യില്ല, ഒരിക്കലും ചെയ്യാൻ പാടില്ല. അതിൽ രക്തം വീഴാൻ പാടില്ല. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ക്രിസ്റ്റൽസിനെ സംരക്ഷിക്കേണ്ടത്. പിന്നെ ഈ ക്രിസ്റ്റൽസ് എപ്പോഴാണ് ഇതിന് പവർ വരുന്നത്? ഇപ്പോൾ ഒരു മൂർത്തി, ആ മൂർത്തിക്ക് പവർ വരുന്നത് എപ്പോഴാണ്? പൂർണ്ണമായ പവർ വരുന്നത് ഒരു പ്രാണപ്രതിഷ്ഠയായിട്ട് ഒരു തന്ത്രി അതിലേക്ക് മന്ത്രങ്ങൾ ജപിച്ച് അതിലേക്ക് ആ ഒരു ഊർജ്ജം പകർന്നു നൽകിയതിന് ശേഷമാണ് ഇപ്പോൾ മഹാദേവന്റെ പ്രതിമയാണെങ്കിൽ മഹാദേവന്റെ ശക്തി അതിൽ ആവാഹിച്ചു വെക്കുന്നത്. എന്ന പോലെ ക്രിസ്റ്റൽ ഇതുപോലെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം. ആ എനർജി ആവാഹിച്ചിട്ട് ആ ക്രിസ്റ്റലിലേക്ക് കൊടുത്തിട്ട് നമ്മൾ വിടും. ഞാൻ അങ്ങനെ ചെയ്യാറുള്ളൂ. എൻ്റെ ക്ലയൻസിന് കോൺസെൻട്രേറ്റഡ് ക്രിസ്റ്റലാണ് ഞാൻ കൊടുക്കുന്നത്, അല്ലാതെ ചുമ്മാ വെറുതെ നമ്മൾ ഓൺലൈനിൽ വാങ്ങിക്കുന്നതല്ല. ഓൺലൈനിലും നല്ലത് കിട്ടും, ചീത്തയും കിട്ടും കേട്ടോ. ഇത് കൃത്യമായിട്ട് അറിയാൻ നമുക്ക് സാധിക്കണം. ഇതിപ്പോൾ നല്ല ക്രിസ്റ്റൽസിനെ അറിയാനുള്ള ജെമ്മോളജി ആ ശാസ്ത്രം എനിക്കറിയാം. അതുകൊണ്ട് നല്ല ക്രിസ്റ്റൽസ് നോക്കിയെടുക്കാൻ പറ്റും. അതിലെ ഇൻക്ലൂഷൻസ് കറക്റ്റ് ആണെങ്കിൽ അച്ചട്ടായിട്ട് ഫലം കിട്ടും, ഇല്ല എന്നല്ല. പലരും പറയാറുണ്ട് എങ്ങനെയാണ് ഒരു ക്രിസ്റ്റൽ ആക്ട് ചെയ്യുന്നതെന്ന്. അതാണ് ഞാൻ പറഞ്ഞത്. ഭൂമിയിൽ കിടന്ന് രൂപാന്തരപ്പെടുന്ന ക്രിസ്റ്റലിന് അതിനകത്ത് എന്തെല്ലാം രാസമാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നതിനനുസരിച്ചിട്ടാണ് അതിൻ്റെ റേഡിയേഷൻ ഉണ്ടാവുന്നത്. ഇപ്പോൾ ഇറിഡിയം എന്ന് പറയുന്ന ഒരു ലോഹം, അതിന് റേഡിയേഷൻ അല്ലേ? എന്നാ നോക്കിക്കഴിഞ്ഞാൽ ഇരുമ്പ് പോലെ ഒരു ലോഹമല്ലേ അത്? അതാണ് ഞാൻ പറഞ്ഞത്. ആ വ്യത്യാസം അതാണ്. സാധാരണ ഒരു മെറ്റൽ കല്ല്, സാധാരണ നമ്മൾ കൺസ്ട്രക്ഷനൊക്കെ ഉപയോഗിക്കുന്ന കല്ലില്ലേ, ആ മെറ്റൽ കല്ലും ഈ ക്രിസ്റ്റലും തമ്മിൽ ആനയാടും തമ്മിലുള്ള അന്തരമുണ്ട്. അതുകൊണ്ടാണ് അതിന് വില കൂടാനും കാരണം. ഇതെല്ലാം ഇവിടെ തന്നെ ഉണ്ടാകുന്നതാണ്. അതെ, ഭൂമിയിൽ തന്നെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഭൂമിയിൽ കിടന്ന് വർഷാന്തരങ്ങൾ കഴിഞ്ഞിട്ടാണ്, ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ പരുവത്തിലൊരു ക്രിസ്റ്റൽ കിട്ടുന്നത്. ആലോചിച്ചു. അപ്പോൾ അമതിസ്റ്റിന് അതിൻ്റേതായ പ്രോപ്പർട്ടി ഉണ്ട്. അമതിസ്റ്റ് നമ്മളുടെ അടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹീലിംഗ് റൂമാണെങ്കിൽ അവിടെ ഹീലിംഗ് ഊർജ്ജം ഭയങ്കരമായിട്ട് ഇരട്ടിക്കാൻ തുടങ്ങും. മനസ്സിലായോ? ആനന്ദലൈറ്റ് എന്ന് പറയുന്ന ക്രിസ്റ്റലിൻ്റെ ക്ലസ്റ്റർ ഉണ്ട്. ക്ലസ്റ്റർ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കല്ലുകളുടെ ഒരു കൂമ്പാരമാണ്. ചിലപ്പോൾ ഇത്ര ഉള്ളതുണ്ടാവും, 1 കിലോ ഉള്ളത്, 500 കിലോ ഉള്ള ചെറുതൊക്കെ ഉണ്ടാവും. ക്ലസ്റ്റർ ജിയോഡ്, അതായത് ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ നമ്മൾ മാളം പോലെ ഇരിക്കുന്ന ക്രിസ്റ്റലുണ്ട്, ജിയോഡ്. ഇതൊക്കെ നമ്മളൊരു ഹീലിംഗ് റൂമിൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ അവിടെ ഒരു പവറാണ്. ഓട്ടോമാറ്റിക്കലി അത് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോഴും അത് വെഞ്ചരിച്ച് വയ്ക്കുമ്പോഴും അതിന് പവർ ഇരട്ടിക്കും, 100 ഇരട്ടി പവർ വരും. അപ്പോൾ ഞാനിതിട്ടിരിക്കുന്നതെല്ലാം അങ്ങനെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ്. അതാണ് ആളുകൾക്ക് ഫലം കിട്ടാത്തത്. കോൺസെൻട്രേറ്റ് ചെയ്ത് ക്രിസ്റ്റൽ ഇടുമ്പോൾ അതിന് 100 ഇരട്ടി ഫലം കിട്ടും. ഇനി ക്രിസ്റ്റലിനെ നമ്മൾ രക്ഷാബന്ധനമായിട്ട് ഉപയോഗിക്കാം. അതായത് നെഗറ്റീവായിട്ടുള്ള ശക്തികളിൽ നിന്ന് നമുക്ക് രക്ഷ നേടണം. ഞാനത് പിരമിഡ് ഷേപ്പിലുള്ള
അമതിസ്റ്റിന്റെ ക്രിസ്റ്റല് 4 ഭാഗത്തേക്ക് പെൻസിൽ പോലെ ഇരിക്കുന്ന ഒരു സംഭവമുണ്ട്. ക്രിസ്റ്റൽ കൊണ്ട് തന്നെ ലോഹവും ചേർത്തിട്ട് നിർമ്മിച്ചത്. ഇത് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്ത് ഞാൻ പറയുന്ന രീതിയിൽ അവിടെ കുഴിച്ചിട്ടാൽ ഒരു ബാധയും നിങ്ങളെ ബാധിക്കില്ല. ഇനി അഥവാ ഉണ്ടെങ്കിൽ അത് ഒഴിഞ്ഞു പോയാൽ മതിയോ? വീട്ടിൽ കുഴിച്ചിട്ടാൽ ക്രിസ്റ്റൽ അത്രയും പവർഫുൾ ആണ്. ഞാൻ പറയുന്നത് അതാണ്, ഈ പ്രാണപ്രതിഷ്ഠ പോലെ ചെയ്യുന്ന പോലെ നമ്മൾ എന്തുദ്ദേശത്തിലാണ് ആ ക്രിസ്റ്റൽ ചെയ്യുന്നത്, ആ ഉദ്ദേശം ആ ക്രിസ്റ്റലിൽ വർക്ക് ചെയ്യാൻ തുടങ്ങും. ഒരു ക്രിസ്റ്റലിൽ ഒരു തവണ ഒരു പ്രോഗ്രാം നമുക്ക് ചെയ്യാം. അത് ഫോർ എവർ എന്ന് പറഞ്ഞ് നമ്മൾ പ്രോഗ്രാം ചെയ്താൽ നമ്മുടെ ഇൻറ്റൻഷൻ കൊടുക്കുന്നത് എന്നേക്കും ഈ പവർ അവിടെ നിലനിൽക്കട്ടെ എന്ന് പറഞ്ഞാൽ വിൽക്കാതെ പോകുന്ന ഭൂമികൾ പോലും ഇത് കുഴിച്ചിട്ടിട്ട് വിറ്റുപോയിട്ടുണ്ട്. പക്ഷെ ഒരു ഗുണമുണ്ട്, ആ ഭൂമിയുടെ ഊർജ്ജം പോസിറ്റീവായിട്ടാണ് നമ്മൾ വിൽക്കുന്നത്. ഒരു പുണ്യകർമ്മമാണ്, വിറ്റ് കാശും കിട്ടും. എത്രയോ കേസുകൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഞാനിപ്പോൾ പലയിടത്തും അങ്ങനെ ചെയ്തിട്ട് വിജയിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ അന്ന് പറഞ്ഞില്ലേ, ഒരു സ്ത്രീ ഭയങ്കരമായിട്ട് വയലൻ്റ് ആയി എന്ന് പറഞ്ഞില്ലേ, അവരെ വീട്ടിലേക്ക് ക്രിസ്റ്റൽ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവർ വയലൻ്റ് ആയത്. അവരെ വീട്ടിൽ രക്ഷ ബന്ധിക്കുകയാണ്, അവർക്ക് രക്ഷ ഇടുകയാണ്, ഫുൾ ബന്ധിക്കുകയാണെന്ന് കണ്ടപ്പോൾ ആ എൻറ്റിറ്റി എനിക്കെതിരെ പ്രവർത്തിച്ചാണത്. എന്തിനു പ്രവർത്തിക്കണം? അപ്പോൾ ക്രിസ്റ്റലിന് പവറില്ലേ? അവരവിടെ കൊണ്ട് കുഴിച്ചിട്ടിട്ടുണ്ട്. സമാധാനമുണ്ട് സാറേ എന്ന് പറയാം. അവർ സമാധാനമായിട്ട് ജീവിക്കുന്നുണ്ട്. ഇതൊന്നും കെട്ടുകഥകളല്ല, ഇതൊക്കെ ആക്ച്വലി സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ക്രിസ്റ്റലിൻ്റെ യഥാർത്ഥ ഉപയോഗം അറിഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്റ്റൽ എന്ന് പറയുന്നത് മാജിക് വേൾഡാണ്. ഇപ്പം എൻ്റെ റൂമിൽ വന്നു കഴിഞ്ഞാൽ അനേകായിരം ക്രിസ്റ്റലുകൾ കാണാം. ആ ക്രിസ്റ്റലിന് എല്ലാത്തിനും ഒരു ഉപയോഗമുണ്ട്. അത് കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളാണെങ്കിൽ ആ റൂമിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു എൻറ്റിറ്റിക്ക് പിന്നെ നിലനിൽപ്പില്ല. അതുപോലെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് വെച്ചേക്കുകയാണ്. പ്രാണപ്രതിഷ്ഠ കൊടുത്തിട്ട് 7 ഏഞ്ചൽസിനെ വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഏതോ ഒരു എപ്പിസോഡിൽ ഒരാൾ പറയുന്നുണ്ടായിരുന്നു, ഏഞ്ചലിനെയൊക്കെ ഇങ്ങനെ അടക്കി വെക്കാൻ ഇവർ ആര് എന്നൊരു ചോദ്യമുണ്ട്. ആരാണെന്ന് എനിക്കറിയില്ല, എങ്ങനെ സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ ചെയ്യുമ്പോൾ അതിൽ പവർ വരുന്നുണ്ട്. ആ ഏഞ്ചലിനെ കാണുമ്പോൾ തന്നെ ഈ പറയുന്ന നെഗറ്റീവ് എൻറ്റിറ്റികൾ ഒഴിഞ്ഞു പോകുന്നുണ്ട്. എനിക്കത്ര അറിയാം. എങ്ങനെ സംഭവിച്ചു, എങ്ങനെ, അതിനൊന്നും ശാസ്ത്രീയ വിശദീകരണമൊന്നും ഇതിന് ഒരിക്കലും നമുക്ക് തരാൻ പറ്റില്ല. കാരണം ശാസ്ത്രം എങ്ങും എത്തിയിട്ടില്ല ഇപ്പോഴും. ശാസ്ത്രത്തിന് അറിയാത്തത് അറിഞ്ഞേക്കാൾ കൂടുതലാണ് ഇനി ബാക്കി കിടക്കുന്നത്. നമ്മുടെ ഈ പ്രപഞ്ചത്തെ പോലും കൂടുതൽ അറിയാൻ സാധിച്ചിട്ടുണ്ടോ ശാസ്ത്രത്തിന്? ഇല്ല. അങ്ങ് എങ്ങനെയായിരുന്നു ഈ ഏഞ്ചൽ ഹീലിങ്ങിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നത്? അത് എനിക്ക് ചെറുപ്പത്തിലുണ്ടായ ചില അനുഭവങ്ങളുടെ പുറത്താണ് കേട്ടോ. നല്ല ചോദ്യമാണ്, ഞാനത് പ്രതീക്ഷിച്ചില്ല, എങ്കിലും നല്ല ചോദ്യമാണ്. ഏഞ്ചൽസിനെ ഞാൻ ആദ്യമായിട്ട് എൻ്റെ ചെറുപ്പകാലത്ത് ചെറിയ ചെറിയ മിന്നാമിനിങ് പോലത്തെ വെട്ടം വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഒക്കെ. രാത്രി എല്ലാവരും പ്രാർത്ഥിച്ചതിന് ശേഷം ഞാനിരുന്ന് വെറുതെ ധ്യാനിക്കുമായിരുന്നു. ധ്യാനമാണെന്നൊന്നും എനിക്കറിയില്ല. 8 വയസ്സ് 9 വയസ്സ് കാലഘട്ടത്തിലൊക്കെ ഔട്ട് ഓഫ് ബോഡി പോകുന്ന അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്, പറഞ്ഞാലും വിശ്വസിക്കത്തില്ല. അപ്പോൾ ആ ബോഡി വിട്ടു പോകുന്ന സമയത്ത് എനിക്ക് വളരെ വലിയ അനുഭൂതികൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ എൻ്റെ ടെറസിൻ്റെ മുകളിൽ ഇങ്ങനെ മലന്ന് കിടക്കും. അന്ന് എനിക്കൊരു 9 വയസ്സ് 10 വയസ്സൊക്കെ ഉള്ളൂ. അപ്പോൾ കുറച്ച് നേരത്തേക്ക് ഞാൻ എൻ്റെ ശരീരത്തിൽ നിന്ന് മാറിപ്പോവാണ്, തെന്നി മാറിപ്പോകുന്ന ഒരു അനുഭവം എനിക്ക് ഉണ്ടാവാറുണ്ട്. ആകാശത്തേക്ക് നോക്കി കിടക്കും. ആ കിടക്കുന്ന സമയത്ത് എൻ്റെ ശരീരത്തിൽ നിന്ന് തെന്നി മാറി പോകുന്നത് എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. പക്ഷെ തിരിച്ചു വരുന്ന എപ്പോഴാണെന്നൊന്നും എനിക്കറിയില്ല. ചിലപ്പോൾ അരമണിക്കൂറായിരിക്കാം, ചിലപ്പോൾ 1 മണിക്കൂറായിരിക്കാം. അതൊന്നും എനിക്ക് സ്ഥലകാല ബോധം നഷ്ടപ്പെടുക. പിന്നീട് ഞാൻ ഇതിനെക്കുറിച്ച് ശാസ്ത്രീയമായിട്ട് ചിന്തിച്ചപ്പോൾ ക്വാണ്ടം ഫിസിക്സിൽ ഇതിന് പറയുന്നത് ടൈമിനും സ്പേസിനും അതീതമായ തലം, അഥവാ ക്വാണ്ടം ലെവൽ എന്നാണ് ഇതിന് പറയുന്നത്. ക്വാണ്ടം ലെവൽ. ഈ ലെവലിൽ നിന്നിട്ടാണ് ഹീലിംഗ് ഞാൻ ചെയ്യുന്നത്. ഒരു നിമിഷം ആ ലെവലിൽ നിന്നിട്ട് പിന്നീട് നമ്മൾ പൂർണ്ണബോധത്തിലേക്ക് വന്നിട്ട് നമ്മൾ ഹീലിംഗ് നടത്തി കഴിഞ്ഞാൽ പിന്നെ ഹീലിംഗ് നടത്തുന്നത് നമ്മളല്ല, നമ്മൾക്ക് ചുറ്റും ഈ പറയുന്ന മാലാഖമാർ ഇവരെല്ലാവരും ഉണ്ടാവും. ചിലരത് കണ്ടിട്ടുണ്ട് കേട്ടോ. അവർക്കത് വ്യക്തമായിട്ട് കാണാൻ പറ്റാറില്ല. നമ്മൾ ആ ഹീലിംഗ് കഴിഞ്ഞിട്ട് ഇരിക്കുന്ന സമയത്ത്, ആ ചെയ്യുന്ന സമയത്തൊക്കെ അവർ എൻ്റെ ശരീരത്തിൻ്റെ ചുറ്റുഭാഗത്ത് ഇങ്ങനെ ഒരു വെളുത്ത പ്രകാശം പോലെ, അതായത് മൂടൽ മഞ്ഞ് പോലെ എന്നാണ് അവർ പറഞ്ഞു കേട്ടേക്കുന്നത്. 4 വ്യക്തികളെ കണ്ടിട്ടുണ്ട്. അത് അവർ ക്ലെയർ പോയിന്റ് ആയതുകൊണ്ടാണ്. എല്ലാവർക്കും ഇത് കാണാൻ പറ്റില്ല. അത് ആ ഒരു സൈക്കിക് എബിലിറ്റി, ഒരു സ്പിരിച്വൽ കഴിവുകളുള്ള ഒരാൾക്കേ അത് സാധിക്കുകയുള്ളൂ, അല്ലാത്തവർക്ക് അത് കാണാൻ പറ്റില്ല. അത് പറ്റിയിട്ടുണ്ട്, എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. എൻ്റെ തന്നെ ലാപ്ടോപ്പിൻ്റെ ക്യാമറയിൽ അത് തെളിഞ്ഞു വന്നിട്ട്, ഹീലിങ്ങിൻ്റെ വേളയിൽ അത് തെളിഞ്ഞു വന്നിട്ട്, ചക്ര ഹീലിങ്ങിൻ്റെ കോഴ്സ് നടത്തുന്ന സമയത്താണ് ഒരു ലേഡി ഇത് പറഞ്ഞു. ഞാൻ ആ വീഡിയോ പലതവണ നോക്കി. അതിനുശേഷം അതും സംഭവിച്ച കാലത്ത് ഒരു 5:30 6 മണിക്കുള്ളിലാണെങ്കിൽ പിന്നീട് 7:30 മണി നേരത്ത് ഇതെങ്ങനെ സംഭവിച്ചു എന്ന് അറിയാൻ ഞാൻ വീണ്ടും നോക്കിയപ്പോൾ ആ വെളിച്ചം തെളിഞ്ഞു വരുന്നുണ്ട്. ആ വെളിച്ചം വരുന്നത് ഞാൻ ഇൻവോക്ക് ചെയ്യുന്ന സമയത്താണ്. ഏഞ്ചൽസിനെ നമ്മുടെ മാസ്റ്റേഴ്സിനെ, ഗുരുനാഥന്മാരെയൊക്കെ ഇൻവോക്ക് ചെയ്യുന്ന സമയത്താണ് അത് വരുന്നത്. അല്ലാത്ത സമയത്ത് വളരെ നോർമലാണ്. ഇവരെ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ അവിടേക്ക് ഒരു പ്രകാശം വരും. തീർച്ചയായിട്ടും. എനിക്കത് എൻ്റെ ആജ്ഞാചക്രത്തിൽ അത് കാണാൻ പറ്റാറുണ്ട്. തേടയിൽ അത് കാണാൻ പറ്റാറുണ്ട്. ഞാനിവിടെ വന്നപ്പോൾ രാഹുലിന് കണ്ണടച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു ഓറ തെളിഞ്ഞു വരുന്നുണ്ടല്ലോ രാഹുലിന്. സത്യമാണ് ഞാൻ പറഞ്ഞത്. കുറച്ചു നേരം ആ ഓറയിൽ നോക്കിയിരുന്നാൽ എന്തെങ്കിലും എൻറ്റിറ്റി ഉണ്ടോ ഇതൊക്കെ നമുക്കറിയാൻ പറ്റും. ഇതൊരു സൈക്കിക് എബിലിറ്റിയാണ്, മനസ്സിലായോ? കുറേയൊക്കെ നമ്മൾ ജന്മനാ തന്നെ വരുന്നതാണത്.
ഒരു സ്പിരിച്വൽ എബിലിറ്റി അല്ലെങ്കിൽ സൈക്കിക് എബിലിറ്റിക്ക് മേലെയാണത്, ഒരു സ്പിരിച്വൽ എബിലിറ്റിയാണ്. എന്ന് വെച്ചിട്ട് നമ്മൾ കപ്പൂച്ചിയൻ അച്ഛനാവണമെന്നോ കാപ്പിപ്പൊടിയുള്ള ഒരു ഗൗൺ ഇടണമെന്നോ നിർബന്ധമില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ പല ആളുകളും പറയാറുണ്ട് ഞങ്ങൾ ഈ ഹീലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്, ഒരു ഫോട്ടോ കിട്ടിക്കഴിഞ്ഞാലും സ്കാൻ ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ അതെങ്ങനെയാണ് ഇപ്പൊ അങ്ങ് എന്റെ അടുത്ത് വന്നിരുന്നപ്പോ ഓറ സെൻസ് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞു. പക്ഷെ ഒരു ഫോട്ടോയിൽ കാണുന്ന ഒരാളുടെ ഓറ എങ്ങനെ നമുക്ക് സെൻസ് ചെയ്യാൻ കഴിയും? ഫോട്ടോ ഞാൻ പറയാം. ഇപ്പോൾ രാഹുലിന്റെ ഫോട്ടോ ഞാൻ എടുക്കുകയാണെന്ന് വിചാരിക്കാം. രാഹുലിന്റെ ഫോട്ടോ എന്ന് പറയുമ്പോൾ രാഹുൽ മാത്രമല്ല അങ്ങനെയുള്ളൂ. ഒരു അപരൻ പോലും ഉണ്ടെങ്കിൽ പോലും ഈ ഫോട്ടോയിൽ രാഹുലിന്റെ എനർജി അല്ലാതെ വേറെ ആളുടെ എനർജിയും കിട്ടില്ലല്ലോ. ഇപ്പോൾ കഴിഞ്ഞ തവണ രോഹിത് ഭായിട്ടുള്ള ഇന്റർവ്യൂവിൽ ഞാനിത് നേരിട്ട് കാണിച്ചു കൊടുത്തു. കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. നേരിട്ട് കാണിച്ചു കൊടുത്തു. ഞാനത് പെൻഡുലം വെച്ചിട്ട്, പെൻഡുലവും ക്രിസ്റ്റൽ വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. ഞാൻ എൻ്റെ പെൻഡുലവും ക്രിസ്റ്റലാണ്. ക്രിസ്റ്റൽ ഞാൻ ഓൾറെഡി യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്താൽ വെച്ചേക്കുന്നത്. അത് കയ്യിലെടുത്ത ആ നിമിഷം എൻ്റെ ആൻസർ അല്ല വരുന്നത്, യൂണിവേഴ്സിൻ്റെ ആൻസറാണ് അവിടെ വരുന്നത്. പലരും ചില ബിസിനസ് അങ്ങനെ ചെയ്യണോ ഇങ്ങനെ ചെയ്യണോ, ഇന്ന പാർട്ട്ണറെ തിരഞ്ഞെടുക്കണോ, രഹസ്യമായിട്ട് എൻ്റെ അടുത്ത് വരും. യെസ് ഓർ നോ ആൻസർ കിട്ടും. നമ്മളിങ്ങനെ ഒരു അർത്ഥ വൃത്താകൃതിയിൽ വരച്ചിട്ട് അത് ഡിവൈഡ് ചെയ്യും. യെസ് ഓർ നോ വയ്ക്കും. പെൻഡുലം വെച്ചിട്ട് ഒരാൾ ചോദിക്കുകയാണ്, ഇപ്പോൾ രാഹുൽ ചോദിക്കുകയാണ്, ഇന്ന ജോലിക്ക് ഞാൻ പോകണോ, ഞാൻ വിജയിക്കുമോ, അല്ലെങ്കിൽ ഇന്ന ഡിസിഷൻ ഞാൻ എടുക്കണോ, ഈ ഭൂമി ഞാൻ വാങ്ങിക്കണോ. യെസ് ഓർ നോ ചോദിക്കുമ്പോൾ യെസ്സിൽ കണ്ടാൽ ആ ഭൂമി എടുക്കാൻ ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യും. നോയിലേക്ക് വന്നാൽ പോലെ പെട്ടുപോകുമെന്ന് പറയും. എത്രയോ പേര്, ഞാനൊരു ഒരാളോട് ഞാൻ പറഞ്ഞിരുന്നു, ഒരാളോട് അയാൾ എന്നെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഫീസൊക്കെ അടച്ചു, ഒരു വണ്ടിയുടെ ഫോട്ടോ തന്നു. അത് അത്യാവശ്യം പ്രീമിയം ലെവലിലുള്ളൊരു വണ്ടിയാണ്. ആ വണ്ടി അയാൾ എടുക്കണോ വേണ്ടെന്നുള്ളതാണ്. ഒരു ഓറഞ്ച് കളറിലുള്ള ഒരു തരം പ്രത്യേകം കളറുള്ള ഒരു വണ്ടിയാണ്. ഇച്ചിരി കൂടിയ പ്രീമിയം മോഡലാണ്. അയാൾക്ക് അയാളുടെ സുഹൃത്ത് കൊടുത്താണ് ആ വണ്ടി. ഇയാൾക്ക് അപ്പോൾ വേറെ ആൾ റെക്കമെൻഡ് ചെയ്തു. വിനോദ് സാറിനോട് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞു തരും, നോക്കിയിട്ട് എടുത്തോട്ടോ, പണി കിട്ടണ്ട എന്ന് പറഞ്ഞു. ഇയാളോട് ഞാൻ പറഞ്ഞു ആ വണ്ടി എടുക്കരുതെന്ന് പറഞ്ഞു. വണ്ടിയൊക്കെ കൊള്ളാം, കണ്ടീഷനൊക്കെ കൊള്ളാം, നല്ല ഭംഗിയുണ്ട്, പ്രീമിയം വണ്ടിയാണ്, പക്ഷെ ഇതെടുത്താൽ നിങ്ങൾക്ക് ദോഷമുണ്ടെന്ന് പറഞ്ഞു. ഇയാൾ ഞാൻ പിന്നീട് പുള്ളി മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. പിന്നീട് പുള്ളിയുടെ ഒരു വീഡിയോ ഞാൻ കണ്ടപ്പോൾ ആ വണ്ടിയായിട്ട് പുള്ളി ഇറങ്ങുന്ന വീഡിയോ ഒക്കെ കണ്ടു. അപ്പോൾ അത് ഉപയോഗിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ആ വണ്ടി എടുത്ത് വിത്തിൻ 3 or 4 months പുള്ളി ഹാർട്ട് അറ്റാക്ക് വന്ന് വീണു. അവസാനം ബൈപ്പാസ് സർജറി. വെറും 43 വയസ്സേ ഉള്ളൂ ഈ മനുഷ്യന്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. പലതും നമ്മൾ പറയുമ്പോൾ ആൾക്കാരതങ്ങ് നിരാകരിച്ച് കളയും. അനുഭവത്തിൽ വരുമ്പോൾ പഠിക്കും. ഇത് ശരിക്കും ഉണ്ടായതാണ്, ശരിക്കും ഉണ്ടായ സംഭവമാണ് ഞാനീ പറയുന്നത്. അപ്പോൾ ചിലത് നമ്മൾക്ക് പാടില്ല എന്നുള്ള എനർജിയാണ് നമ്മിൽ നിലനിൽക്കുന്നതെങ്കിൽ അത് ക്രിസ്റ്റൽ പെൻഡുലം വെച്ചിട്ട് അതിൻ്റെ ആൻസർ കിട്ടും, നമുക്ക് കൃത്യമായിട്ട് ആൻസർ കിട്ടും. അപ്പോൾ ഇവിടെ നമ്മുടെ ഫോട്ടോ അയച്ചു തന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു വണ്ടി അയച്ചു തന്നാൽ അതിൻ്റെ എനർജി നമുക്ക് എടുക്കാൻ പറ്റും. അതൊരു സൈക്കിക് എബിലിറ്റിയാണ്. ഇവിടെ സയൻസിൻ്റെ കണ്ണിലൂടെ ചിന്തിച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ ചിലർ ചോദിച്ചു ആ ഒരു ഫോട്ടോയിൽ എങ്ങനെയാണ്, ഫോട്ടോയിൽ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ അല്ലേ, അത് രോഹിത് ഭായിയുടെ ഫോട്ടോ എടുത്തത് ഒരു ഇലക്ട്രിക് മാധ്യമത്തിലല്ലേ? ഇതൊന്നും ഒരു വിഷയമല്ല. എൻ്റെ മുമ്പിലിരിക്കുകയാണ് ആള്. ഇപ്പോൾ രാഹുൽ എൻ്റെ മുമ്പിലിരിക്കുകയാണ്. ഇവിടെ പെൻഡുലം വെച്ചിട്ട് കൃത്യമായിട്ട് തൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് കൃത്യമായിട്ട് നമുക്ക് കിട്ടും. ആ എനർജിയുള്ള വ്യക്തി, ഈ പടത്തിലുള്ള വ്യക്തി രാഹുൽ മാത്രമാണല്ലോ. പിന്നെ അതിലെ എനർജി എടുക്കാൻ എന്താ പാട്? ആളുകൾ ചോദിക്കാറുണ്ട്, എങ്ങനെ ഒരു ഫോട്ടോയിൽ എനർജി ഇരിക്കുന്നത്? ഞാൻ പറയുന്നത് ഒരു വ്യക്തിയുടെ ഇല്ലാത്ത ഒരാളുടെ ഫോട്ടോ കൊണ്ടുവന്ന് കാണിച്ചു കഴിഞ്ഞാൽ അതിൽ എനർജി സെൻസ് ചെയ്യാൻ കഴിയും? എനർജി സെൻസ് ചെയ്യാൻ പറ്റില്ല. അത് വെറുതെ സ്റ്റില്ലായിട്ട് നിൽക്കും. ഇല്ലാത്ത ഒരാളുടെ ഫോട്ടോ വെറുതെ വരച്ചുകൊണ്ടൊക്കെ വന്നാലും സെൻസ് ചെയ്യില്ല. ഞാനത് പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. വെറുതെ ഒരു ഫോട്ടോ വെച്ചിട്ട് സെൻസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. വെറുതെ മാഗസിനിലൊക്കെ ഉള്ള ഒരു എനർജിയും കാണിക്കില്ല. ഉള്ള വ്യക്തിയുടെ തന്നെ എനർജി സെൻസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ മരിച്ചുപോയ വ്യക്തിയുടെ നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റും. മരിച്ചുപോയാലും സെൻസ് ചെയ്യാൻ കഴിയും. ഇപ്പം ചിലർ ചോദിക്കുന്നുണ്ടായിരുന്നു ഐൻസ്റ്റീൻ്റെ എനർജി എങ്ങനെ സെൻസ് ചെയ്യാമെന്ന്. ഞാൻ പറയട്ടെ, ഈ ലോകം എന്ന് പറയുന്ന ഒരു മാട്രിക്സിലാണ്, ഒരു മായയിലാണ് നിലനിൽക്കുന്നത്. ഇംഗ്ലീഷിൽ പറയുമ്പോൾ അതൊരു മാട്രിക്സിൻ്റെ ഒരു ലോകമായിട്ടാണ് പറയുന്നത്. നമുക്ക് ചുറ്റുമുള്ള ഒരു മായാലോകമാണ്. ഈ മായാലോകത്തിൽ ജീവിച്ച് മറിഞ്ഞു പോയ ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ സ്വാമി വിവേകാനന്ദൻ ചിലപ്പോൾ പുനർജന്മം എടുത്തിരിക്കാം, എടുത്തിരില്ലായിരിക്കാം. എങ്ങനെ അവരുടെ എനർജി കിട്ടുന്നു? പോസിബിളാണ്. കാരണം അവരുടെ കോൺഷ്യസ്നെസ് ലെവൽ വാസ് എക്സിസ്റ്റിംഗ് ഹിയർ. ആ എനർജിയാണ് നമ്മൾ ആക്സസ് ചെയ്യുന്നത്. അവർ ജീവിച്ചിരുന്ന കാലത്തെ എനർജിയാണ് ആക്സസ് ചെയ്യുന്നത്. അത് സ്വാമി വിവേകാനന്ദൻ്റെയോ അല്ലെങ്കിൽ ഐൻസ്റ്റീൻ്റെയോ നമുക്ക് കിട്ടും. അതിനാൾ രണ്ടാമത് ജന്മം എടുത്താലും ശരി, അത് വേറെ ജന്മമാണ്, ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറെ വ്യക്തിയായിട്ടല്ല അവർ ജീവിക്കുന്നത്. പക്ഷേ അന്ന് ജീവിച്ചിരുന്ന വ്യക്തിയുടെ കോൺഷ്യസ്നെസ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും, തീർച്ചയായിട്ടും പറ്റും. ഇപ്പോൾ 2000 വർഷങ്ങൾക്ക് മുമ്പാണ് ക്രൈസ്റ്റിൻ്റെ എനർജി ഇപ്പോഴും ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ലേ?
എന്ന് പറയുന്ന പോലെ വ്യക്തികളുടെ എനർജി നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അവർ എക്സിസ്റ്റ് ചെയ്യുന്നില്ല, രണ്ടാമത് ജന്മം കൊടുത്താലും. ചില ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു കഴിഞ്ഞ തവണ ഐൻസ്റ്റീനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കുറേ പേര് കളിയാക്കിയിട്ടുണ്ട്. മരിച്ചുപോയ ആൾക്കാർ, ഐൻസ്റ്റീൻ്റെ ഒരാൾ കളിയാക്കിയിരുന്ന ഐൻസ്റ്റീൻ്റെ അമ്മായിയമ്മയായിട്ട് ഞാൻ ഇന്നലെ സംസാരിച്ചുള്ളൂ. എന്നാൽ സംസാരിക്കൂ, എന്നാൽ സമ്മതിച്ചു കൊടുക്കാം. പക്ഷേ ഇത് പോസിബിളാണെന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. വേണമെങ്കിൽ ഞാനത് വേറെ ഒരു സെഷനിൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് മാത്രം വെച്ചിട്ട് നമുക്കൊന്ന് ആൻസർ ചെയ്യാൻ തരാം.